കേരളത്തിലെ ഏത് നവോത്ഥാന നായകൻ്റെ 200-ാം ജന്മവാർഷികമാണ് 2025 ജനുവരി 7 ആഘോഷിച്ചത്? അത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. കേരളത്തിലെ ഒരു നവോത്ഥാന നായകൻ്റെ ജന്മവാർഷികം 200-ാം ജന്മവാർഷികമാണ് 2025 ജനുവരി 7 ആഘോഷിച്ചത്. ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ 1825 ജനുവരി 7 ഇദ്ദേഹം ജനിച്ചത്. കല്ലിശ്ശേരി വേലായുധ ചെകവർ എന്നാണ് യഥാർത്ഥ പേര്. അച്ചിപ്പുടവ സമരം, മൂക്കുത്തി സമരം തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകി. 1874 ജനുവരി 3 കായംകുളം കായലിലൂടെ വോട്ടിൽ സഞ്ചരിക്കവേ 49-ാം വയസ്സിൽ വധിക്കപ്പെട്ടു. സവർണ മേധാവിത്വത്തിനെതിരെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ വിപ്ലവകാരിയാണ്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ഇദ്ദേഹമാണ്. നെക്സ്റ്റ് ചോദ്യം. രാജ്യത്തും സ്വന്തം പാർട്ടിയിലും അനഭിമതനായി തീർന്നതിനെ തുടർന്ന് രാജിവെച്ച ഒരു കനേഡിയൻ പ്രധാനമന്ത്രിയാണ് ജസ്റ്റിൻ ട്രൂഡോ. പേര് ജസ്റ്റിൻ ട്രൂഡോ. ജസ്റ്റിൻ ട്രൂഡോ ലിബറൽ പാർട്ടി നേതാവും പ്രധാനമന്ത്രിയുമായിരുന്നു. കാനഡയുടെ 15-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന പിയറി ട്രൂഡോയുടെ പുത്രനാണ്. ഇന്ത്യയുമായി ഇടഞ്ഞാണ് ട്രൂഡോയുടെ പടിയിറക്കം. നെക്സ്റ്റ്. വത്തിക്കാനിലെ പ്രധാന ഓഫീസുകളിൽ ഒന്നായ കൂരിയയുടെ മേധാവിയായി ഒരു വനിതയെ മാർപ്പാപ്പ നിയമിച്ചു. പേരെന്താണ്? സിമോണ എന്നാണ് പേര്. സിമോണ ബ്രാംവില്ല. സിമോണ ബ്രാംവില്ല. അടുത്തത്. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. 2025 ഹരിവരാസനം പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് ശബരിമല മണ്ഡല തീർത്ഥാടന കാലത്ത് നൽകുന്ന പുരസ്കാരമാണിത്. 1 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം 2012 മുതലാണ് നൽകി വരുന്നത്. ഇപ്പോൾ 2024 ജേതാവ് വീരമണിദാസനായിരുന്നു. 2024 പുതിയത് 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. നെക്സ്റ്റ്. അടുത്തിടെ അന്തരിച്ച തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനും കൂടിയ പത്രാധിപർ ആരായിരുന്നു? എസ് ജയചന്ദ്രൻ നായർ. അടുത്തിടെ അന്തരിച്ച തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനുമാണ് എസ് ജയചന്ദ്രൻ നായർ. ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത പിറവം സ്വം എന്ന ചിത്രങ്ങളുടെ ഒരു തിരക്കഥയാണ്. എൻ്റെ പ്രദക്ഷിണ വഴിക്കാണ് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അടുത്തത്. 2025 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? മനു ഭാകർ, ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. മനു ഭാകർ, ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ ഇവരാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ. ലോകത്ത് വായുമലിനീകരണം ഏറ്റവും കൂടുതലുള്ള നഗരങ്ങളുടെ പട്ടികയിൽ വീണ്ടും ഒന്നാമതെത്തിയത് ലാഹോർ. പാകിസ്ഥാനിലെ ലാഹോർ. വായുമലിനീകരണത്തിൽ നഗരങ്ങളുടെ പട്ടികയിൽ മുന്നിലെത്തിയതാണ് ലാഹോർ. അടുത്തത്. 1901 ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ വർഷം ഏതായിരുന്നു? 2024 1901 ശേഷം ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ വർഷമാണ് 2024. അപ്പോൾ 2024 ഈ നൂറ്റാണ്ടിൽ ഏറ്റവും ചൂടേറിയ വർഷമായത്. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരങ്ങൾ ലഭിച്ചത് ആർക്കൊക്കെയാണ്? പ്രവാസി ഭാരതീയ സമ്മാൻ കൊല്ലം സ്വദേശി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ ഉൾപ്പെടെ 25 വ്യക്തികൾക്കും റഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാനി സ്വരാജ്, ഗയാന കേന്ദ്രീകരിച്ച സരസ്വതി വിദ്യാനികേതൻ എന്നീ 2 സംഘടനകൾക്കുമാണ് ലഭിച്ചത്. പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ചത് കൊല്ലം സ്വദേശി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ ഉൾപ്പെടെ 25 വ്യക്തികൾക്കും റഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാനി സ്വരാജിനും ഗയാന കേന്ദ്രീകരിച്ച സരസ്വതി വിദ്യാനികേതനും ഒക്കെയാണ്. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസം ആചരിക്കുന്നത്. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് 2025 പ്രവാസി ദിവസ് ആഘോഷിച്ചത്. 2025 ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല തൃശ്ശൂരാണ്. 2025 ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ലയാണ് തൃശ്ശൂർ. പാലക്കാട്, കണ്ണൂർ എന്നിവ 2, 3 സ്ഥാനം ലഭിച്ചു. പാലക്കാട് 2, കണ്ണൂരിന് 3.
ഉപ്പായി മാപ്പിള എന്നൊരു കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവ് അടുത്തിടെ അന്തരിച്ചു. അവരുടെ പേര് ജോർജ് കുമ്പനാട്. അവരുടെ പേരെന്താണ്? ജോർജ് കുമ്പനാട് എന്നാണ്. അടുത്തത്, ഇന്ത്യയിൽ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച അടുത്തിടെ അന്തരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ ആർ ചിദംബരമാണ്. അടുത്തത്, ബഹിരാകാശത്തെ ആദ്യമായി ഇന്ത്യയുടെ പയർവിത്തുകൾ മുളപ്പിച്ചത് ഏതു പേടകത്തിലാണ്? പോയം 4 എന്നാണ് അതിൻ്റെ പേര്. പോയം 4. നെക്സ്റ്റ്, US-ലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എത്ര പേർക്കാണ് അടുത്തിടെ സമ്മാനിച്ചത്? 19 പേർക്കാണ് അടുത്തിടെ സമ്മാനിച്ചത്. US-ൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി 19 പേർക്കാണ്. അടുത്തത്, 2024 ഡിസംബർ 29 അന്തരിച്ച ജപ്പാൻകാരിയായ ടോമിക്കോ ഇഡുക ഏത് നിലയിൽ പ്രശസ്തിയായ വനിതയാണ്? ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തി എന്ന നിലയിലാണ്. അവരുടെ പേര് ടോമിക്കോ ഇഡുക. അത് ഏറ്റവും പ്രായമുള്ള വ്യക്തി എന്ന നിലയിലാണ്. ക്യാമ്പസിൽ വ്യവസായശാല പദ്ധതി പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റ് ആരംഭിച്ചത് പാലക്കാട് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലാണ്. ക്യാമ്പസിൽ വ്യവസായശാല, ഇൻഡസ്ട്രി ഇൻ ക്യാമ്പസ് പദ്ധതി പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? അത് പാലക്കാട് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലാണ്. അപ്പോൾ ഇത്രയും കണ്ടൻറ്റാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരു ലൈക്കും കൂടെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടെ ഈ ഒരു വീഡിയോയ്ക്ക് തരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.